എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഓപ്പണായത് നല്ല ഹൈയിലായിരുന്നു. അതിനുശേഷം കുറച്ച് ഡൗൺ വന്നു. എന്നാൽ പോലും പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ലാസ്റ്റ് ടൈമിലായപ്പോഴത്തേന് തിരിച്ച് കയറി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട് 23,300 അല്ലെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ 10-200 പോയിൻ്റ് താഴെ പോയതിന് ശേഷം മാർക്കറ്റ് പിന്നെ അധികം മൂവ്മെൻറ്റ് താഴോട്ട് പോകാൻ പെട്ടെന്ന് ഒരു ഷോർട്ട് ടൈമിൽ പോകാൻ ചാൻസ് കുറവാണ്. അതേപോലെ തന്നെ മാർക്കറ്റ് അതുപോലെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാലറിയാം, നമ്മൾ ആ വരച്ചിട്ടേക്കുന്ന അല്ലേ ഇതിനുള്ളിൽ വന്നാൽ തിരിച്ച് കയറും. ഇതിന് കയറി ഇപ്പം നമ്മുടെ എന്താണ് പറയുന്നത്, ബഡ്ജറ്റ് ടൈം വരും. അപ്പോൾ ആ സമയം വരെ എനിക്ക് തോന്നുന്നു കുറച്ച് സൈഡ് വേസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ച് പ്ലസ്സിലോ നിൽക്കാനാണ് മാർക്കറ്റിന് ചാൻസ്. നല്ല മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഈ 24,200 അതിന് ശേഷം ഈ 2 റേഞ്ച് വരാം. ഈ റേഞ്ച് വന്നു കഴിഞ്ഞാൽ സെല്ലിങ് വരും മാർക്കറ്റിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നല്ലൊരു മൂവ്മെൻറ്റ്. അപ്പം ഇപ്പം ഇൻഫോസിസിൻ്റെ റിസൾട്ട് വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ ബഡ്ജറ്റിൽ റെയിൽവേക്ക് കൂടുതൽ പൈസ അനുവദിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ന്യൂസിൻ്റെ ഒരു ഇതുകൊണ്ട് ഷെയറുകൾ ഓൾറെഡി കയറാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ റെയിൽവേ സ്റ്റോക്കുകളും ഒക്കെ. ഇപ്പം ഇത് കയറും, ന്യൂസ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറും. ബഡ്ജറ്റിൽ ആ ന്യൂസ് ഒന്നിയിൽ മാർക്കറ്റ് ഉദ്ദേശിച്ച രീതിയിൽ പൈസ റെയിൽവേക്ക് കൊടുത്തില്ല എങ്കിൽ, അതല്ല കൊടുത്താൽ പോലും നേരത്തെ കയറിയതാണെങ്കിൽ സെല്ലിങ് വരും. അപ്പോൾ ആ ഷെയറുകളൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് RVNL, RailTel, IRFC, ഇർക്കോൺ എന്നൊക്കെ പറഞ്ഞ ഷെയറുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം മൂവ്മെൻ്റ് ഉണ്ട്, പക്ഷേങ്കിൽ ബഡ്ജറ്റ് ടൈമിൽ സൂക്ഷിക്കുക. ആ ഷെയറിനകത്തൊക്കെ ഇപ്പം കയറി വന്നാൽ ഉറപ്പായിട്ടും ബഡ്ജറ്റ് ടൈമിൽ അതൊക്കെ സെല്ലിങ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പം നിഫ്റ്റി നമ്മൾ പറഞ്ഞ കറക്റ്റ് റേഞ്ചിൽ തന്നെ സപ്പോർട്ട് എടുത്ത് കയറുന്നുണ്ട്. വലിയ ഹെവി മൂവ്മെൻ്റ് ഇല്ല, മൊത്തത്തിൽ മാർക്കറ്റ് ബെയറിഷിൽ തന്നെയാണ്. പക്ഷേങ്കിൽ ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡ് വന്നാൽ കുറച്ച് കവറിങ് വരും. അതിനുശേഷം വീണ്ടും പുതിയ ലോയിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും കണ്ടില്ലേ, അത് നല്ല കവറിങ് ആണ് വന്നത്. ഈ ഒരു റേഞ്ച് 47,900 സംതിങ് തന്നെ ഏകദേശം 1,500 പോയിൻ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും കുറച്ച് മൂവ്മെൻറ്റ് വരാം, അപ്പിലോട്ട് കുറച്ച് മൂവ്മെൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പം നമ്മൾ ഈ വരച്ച ഇത് കണ്ടില്ലേ, എന്തോ സപ്പോർട്ടാണ്, നല്ല ഒന്നാന്തരം സപ്പോർട്ടാണ് ഈ റേഞ്ചൊക്കെ. അപ്പോൾ സൂക്ഷിക്കുക. പക്ഷേ റേഞ്ച് ഒരു 52,000 അടുത്തോട്ടൊക്കെ വന്നാൽ വീണ്ടും സെല്ലിങ് വരും മാർക്കറ്റിൽ. ഇപ്പം ബഡ്ജറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ വെച്ച് ചിലപ്പോൾ പെട്ടെന്നൊരു കയറ്റമൊക്കെ കയറാം. ഇതിനകത്ത് കയറി വന്നാലും ഈ റേഞ്ചൊക്കെ ആകുമ്പോഴത്തേന് സെല്ലിങ് ആവും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബാങ്ക് നിഫ്റ്റിയെ പറ്റിയൊക്കെയുള്ള എൻ്റെ ഒരു അഭിപ്രായം. വലിയ കുഴപ്പമില്ലാത്ത രീതി അതുപോലൊക്കെ തന്നെ പോകുന്നുണ്ട്. നോക്കാം നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെ ആയിരിക്കുമെന്ന്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകളാണ് ഈ കാണുന്ന ഷെയറുകൾ. ഇതിനകത്തെല്ലാം നല്ല ഒന്നാന്തരം ചാൻസ്, നിറയെ ഷെയറിനകത്ത് നമുക്ക് നല്ല ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഷെയറിനകത്ത് കിട്ടിയ ചാൻസുകൾ ഒരു 4-5 ഷെയറിൻ്റെ നോക്കാം. SGLTL എന്ന് പറയുന്ന ഷെയർ ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ ഇവിടെയാണ് ഓപ്പൺ ചെയ്തു, R1 മുകളിൽ പോയി. ആ CPR ഹൈഡ് ചെയ്യുമ്പം കാണാം, കണ്ടില്ല, R1 മുകളിൽ അത് വരയ്ക്ക് ഇടാമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ, CPR മുകളിൽ പോയി ട്രേഡ് ആയതിനു ശേഷം ഇറങ്ങി. അപ്പം നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്താൽ 211 ഒരു എൻട്രി എടുത്താൽ നോക്കിയേ 194 വരെ വരുന്നുണ്ട്. വൺ സൈഡ് മൂവ്മെൻറ്റ്, ഹെവി മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടി. അതിനുശേഷം വീണ്ടും പോയി തിരിച്ച് ഹൈ അടിക്കാൻ നമ്മൾ എന്തോ ചെയ്യേണ്ടത്, നമ്മൾ നോക്കണ്ടേ ഇത് ഹൈ അടിച്ചാൽ അടുത്ത ലെവലിലോട്ട് പോകുന്നു നോക്കുക. ഇവിടെ ഓൾറെഡി 15 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടി. അതിനുശേഷം വീണ്ടും തിരിച്ച് ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ അടുത്ത R1 ലെവൽ, ഈ ലെവലിലോട്ട് പോകുന്നോ നോക്കണം. പോയില്ല. അല്ല, R2 ലെവലിലോട്ട് പോയില്ല. തിരിച്ച് പഴയ ലെവലിന് താഴോട്ട് തന്നെ ഇറങ്ങുമായിരുന്നു ചെയ്തേ. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ
എൻട്രി കൊടുക്കുക. നമുക്ക് ചെറിയൊരു റിസ്ക്കേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ 2 രൂപയുടെ റിസ്ക്കേ ഉള്ളൂ. നമ്മൾ എൻട്രി എടുക്കുന്നത് 11.50 നമുക്കൊരു സ്റ്റോപ്പിലോ സെക്കൻഡ് 14 അടുത്തോട്ട് വെച്ചാൽ മതി. വീണ്ടും അത് ആ 11 നേരെ കുത്തനെ ഇടിഞ്ഞ് 196, വീണ്ടും ഒരു 14 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. 2 പ്രാവശ്യം നല്ല 1 തരം ചാൻസ് ആ ഷെയർ ആണ്. അതുപോലെ ക്വാഡ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഷെയർ നോക്കി, ഓപ്പണിങ് R1 മുകളിലാണ്. R1 മുകളിൽ പോയിട്ട് R1 അവിടുന്ന് R2 പോയില്ല, ഇവിടം വരെ ഹൈ വന്നതിന് ശേഷം തിരിച്ചിറങ്ങുക ചെയ്തു. നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. 552 എൻട്രി എടുക്കും. 63 മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് പോകും. ഈ 563 എടുത്താൽ ഒരു 2 ക്യാൻഡിലുകൊണ്ട് തന്നെ എത്രയായി? 512. നമ്മളെടുക്കുന്ന 52 അല്ലെ 50 റേഞ്ചിൽ എടുത്താൽ പോലും നമുക്ക് 48-50 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റാണ്. 1 സൈഡ് പ്രോഫിറ്റ്. അതിന് ശേഷം അത് വീണ്ടും പുതിയ ലോയി വന്നു, 493 വരെ വന്നിട്ട് ലാസ്റ്റ് കുറച്ച് കവറിങ് വന്നു. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ലൈവ് മാർക്കറ്റ് നല്ലൊരു പ്രാക്ടീസ് വേണം. നമ്മുടെ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്തുള്ളൊരു ട്രേഡിങ് നമുക്ക് മനസ്സിലാകണം. അത്രയേ ഉള്ളൂ പ്രോബ്ലം. മമത സ്റ്റേഷനറി എന്ന് പറയുന്ന ഷെയർ ഇവിടെ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേയുടെ തൊട്ട് താഴെ ഓപ്പണായി, പ്രീവിയസ് ഡേ ഹൈയുടെ പോയി തിരിച്ചിറങ്ങി. അപ്പം നമ്മൾ നോർമൽ ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. 510 അല്ല 9 റേഞ്ചിൽ എൻട്രി എടുത്താൽ നേരെ നോക്കി 493, 17 രൂപ പ്രോഫിറ്റ് ഒറ്റ ക്യാൻഡിൽ തന്നു. അതിനുശേഷം തിരിച്ച് പോയി ഹൈ അടിച്ചു. ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അടുത്ത ലെവലിൽ പോകുന്ന നോക്കുക. അടുത്ത ലെവലിൽ പോയിട്ട് ഇവിടെ വരുമ്പം തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും 538 എൻട്രി എടുത്താൽ നമുക്ക് 531, 7 രൂപയുടെ പ്രോഫിറ്റ് തരുന്നുണ്ട്. പക്ഷെങ്കിൽ തിരിച്ച് വീണ്ടും പോയി ഹൈ അടിക്കും. ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വീണ്ടും നമ്മളിവിടെ തിരിച്ച് താഴെ വരുന്നത്, അത് മുകളിൽ പോകുന്ന നോക്കി, ഇത് തിരിച്ച് വീണ്ടും താഴെ വന്ന് നമ്മളിവിടെ വീണ്ടും ഒരു എൻട്രി എടുത്താൽ നമുക്ക് വീണ്ടും ഒരു 5-6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നത്. വീണ്ടും പോയി ഹൈ അടിക്കും. വീണ്ടും ഹൈ അടിച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഹൈ അടിക്കും. നമ്മളെന്താ ചെയ്യും? അടുത്ത ലെവലിൽ പോകുന്ന നോക്കുക, പോയില്ല, തിരിച്ച് വീണ്ടും പഴയ ലെവൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ? 2 ഹൈ അടിച്ചിട്ടും വീണ്ടും ഹൈ അടിച്ചിട്ടും അവിടെ സ്റ്റേബിൾ ആകുന്നില്ല. അതിനർത്ഥം പുതിയ ഹൈ അടിക്കാൻ ചാൻസ് കുറവാണ്. അതിപ്പോൾ നമ്മളിവിടെ ഈ റേഞ്ച് വീണ്ടും എൻട്രി എടുക്കുക. 538 എൻട്രി എടുത്താൽ നേരെ തിരിച്ച് വേണ്ട 514 വരെ വന്നു. പിന്നെ കണ്ടിന്യൂസ് ആ ഒരു വീക്ക് ട്രെൻഡ് എത്ര 2 മണി വരെ നടന്ന് വീണ്ടും നോക്കി ഇവിടെ പോയി വീണ്ടും ഹൈ അടിച്ചു. വീണ്ടും ഹൈ അടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും നമ്മൾ സെയിം ഇത് തന്നെ നോക്കുക. അടുത്ത ലെവലിൽ പോയില്ല, വീണ്ടും തിരിച്ചെന്തോ ചെയ്തു, പഴയ ലെവലിൻ്റെ താഴെ ഇറങ്ങി. നമ്മൾ വീണ്ടും ഇവിടെ എൻട്രി കൊടുക്കുക. എൻട്രി കൊടുത്തു കഴിയുമ്പോൾ നോക്കി 538 വീണ്ടും അത് 517 വന്നു. എത്ര പ്രാവശ്യം അതിനകത്ത് ട്രേഡിങ്, നല്ല 1 തരം ട്രേഡിങ്, സൂപ്പർ ട്രേഡിങ് അതിനകത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്കതിനകത്താന്ന് തോന്നുന്നു നല്ല പ്രോഫിറ്റ് കിട്ടിയത്. നോക്കട്ടെ, അതെ, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് അതിനകത്താണ്. 3100 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ബാക്കിയെല്ലാം ചെറിയ ട്രേഡ് എടുത്ത്, എന്നിട്ട് പോലും നമുക്ക് മോശമില്ലാത്ത പ്രോഫിറ്റ് കിട്ടി. 8000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. ഇതൊക്കെ 100 ഷെയർ എടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് ഏതോ ഒരു അതുകൊണ്ട് ഈ ഷെയറിനകത്ത് ഇർക്കോണിനകത്താണെങ്കിൽ ഒരു പ്രാവശ്യം ലോസ് വന്നു, 2ാം പ്രാവശ്യം അത് കവർ ചെയ്തെടുത്ത്. ഇത് 2 ലോസായിരുന്നു. എയറോഫ്ലെക്സ് ജുമാ റിസ്ക് എടുത്തതാണ്, പക്ഷേ പോയി. അത് കുഴപ്പമില്ല, നാളെ നമുക്ക് നോക്കാം. അഡാനി പവറിനകത്ത് ഞാൻ സെല്ല് ചെയ്ത് ഈ 80 ഞാൻ എന്തോ ചെയ്യുന്നത് ഹൈയിൽ 98 സംതിങ്ങിനെങ്ങാണ്ട് സെല്ല് ചെയ്ത് ഞാൻ കാണിക്കാതെ ഞാൻ 25 ഷെയറാണ് അഡാനി പവറിനകത്ത് സെല്ലിങ് കിട്ടും. പക്ഷേ അത് 2-3 ഷെയർ എങ്ങാണ്ട് പോയി. പക്ഷേ ഞാൻ ഓർത്ത് ഫുള്ള് പോയെന്ന് ഓർത്തിട്ട് ഞാൻ കവറിങ് ചെയ്തു. അഡാനി പവർ F8 ഇതുണ്ടല്ല 598.40 ഞാൻ 25 ഷെയർ ഇട്ടു. അത് ഞാൻ ഈ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചില്ല. ഞാനോർത്ത് 25 ഷെയർ പോയി കാണുമായിരിക്കും എന്ന് ഓർത്തിട്ട് 25 ഷെയർ ബൈ ചെയ്തു. പിന്നെ കുറച്ച് നമുക്ക് കഴിയുമ്പോണ്ടും എൻ്റെ 22 ഷെയർ ബൈയും കാണിക്കുന്നു. അപ്പോൾ എനിക്കിത് ഒരു റോങ് എൻട്രി പറ്റിയതുകൊണ്ട് അവിടെ ലോസ് വന്നതാണ്. ഓക്കെ, നമുക്ക് ഈ മമത എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് നല്ല രീതിയിൽ താഴോട്ട് അതും എത്ര 2 പ്രാവശ്യം നമുക്ക് നല്ല ചാൻസ് തന്നു, 2-3 പ്രാവശ്യം തന്നു. ഓക്കെ, അതിന് ശേഷം ഹഡ്സൺ
ന്യൂജൻ അതിനകത്തേക്ക് ചാൻസ് ഇല്ല. എലക്ട്രോൺ ഇല്ല. പ്രാജ് ഇൻഡസ്ട്രീസിനകത്ത് നല്ല ചാൻസ് ഉണ്ട്. പ്രാജ് ഇൻഡസ്ട്രീസ് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി 766 വരെ എൻട്രി എടുത്താൽ നമുക്ക് 752 വരെ വരുന്നുണ്ട്. പിന്നെ തിരിച്ചു പോയി പുതിയ ഹൈ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുക. 780 റേഞ്ചിലെടുത്താൽ 790 സ്റ്റോപ്പ് ലോസ്. പിന്നെ അത് നോക്കി വൺ സൈഡ് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വേറെ തീത്താഗ്രയ്ക്കകത്തും നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കി കാണുമ്പോൾ അറിയാം നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തെ നമ്മൾ 16 ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 500 അഡാനി പവറൊക്കെ ഈ ആവറേജിന് മുകളിലൊക്കെ പോയിട്ട് ചാൻസ് താഴെ വരുവാണെങ്കിൽ ചെറിയ ചാൻസ് എടുക്കാം, വെച്ചോണ്ടിരിക്കരുത്. ഗോ ഡിജിറ്റും വീക്കാന്ന് തോന്നുന്നു. അതും പ്രീവിയസ് ഡേ ഹൈയും R1 പോയിട്ട് ഈ 2 ലെവലിൻ്റെ താഴോട്ട് ഇറങ്ങിയാൽ വീണ്ടും നമുക്ക് ചാൻസ് എടുക്കാം. MFSLനകത്ത് ഈ ആവറേജ് ശ്രദ്ധിക്കുക. ഈ ആവറേജിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്നതാണ്ട ചാൻസ് എടുക്കാം. റെഡിങ്ടനകത്ത് R1 R2 ലെവലിൽ നിന്ന് ചാൻസ് കിട്ടിയാൽ എടുക്കാം. സ്വാൻ എനർജി 700 മുകളിൽ പോയിട്ട് 696 താഴോട്ട് വരുവാണെങ്കിൽ ചാൻസ് എടുക്കാം. BDLനകത്ത് R1 റേഞ്ച് പോയിട്ട് വരുവാണെങ്കിൽ എടുക്കാം. HDFC ലൈഫ് ഇത് എനിക്ക് റിസൾട്ട് വന്നോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും ഹൈയുടെ മുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ R1 മുകളിൽ പോയിട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. GE ഷിപ്പിങ് R1 അല്ലെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് വരുവാണെങ്കിൽ ചാൻസ് എടുക്കാം. സമ്മാൻ ക്യാപിറ്റൽ R1 റേഞ്ച് എന്ന് ചാൻസ് കിട്ടുവാണെങ്കിൽ ചാൻസ് എടുക്കാം. RVNLൊക്കെ സൂക്ഷിച്ചേ ചെയ്യാവും. ലെവലുകൾ വന്നിറങ്ങിയാൽ പോലും നമ്മൾ എൻട്രി എടുത്തിട്ട് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കിട്ടുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. മസ്ഡ പ്രീവിയസ് ഡേ ഹൈയോ R1 റേഞ്ച് എന്നോ കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. GMDC ഹൈയുടെ മുകളിൽ നിന്നോ R1 റേഞ്ചിൽ നിന്നോ എവിടെ നിന്നാണോ ഫസ്റ്റ് കിട്ടുന്നത് അവിടെ നിന്ന് എടുക്കുക. JWL ഹൈയുടെ മുകളിൽ പോവോ R1 റേഞ്ചിൽ നിന്നോ ചാൻസ് കിട്ടും. ഇർക്കോണിനകത്തും R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. തൈൻവാൾ കെമിക്കൽ എന്ന് പറഞ്ഞ ഈ ഷെയർ ഇതിനകത്ത് വോളിയം കുറവാണ്. അപ്പോൾ കഴിവതും ട്രേഡ് എടുക്കാതിരിക്കുക. പിന്നെ ചാൻസ് കിട്ടുവാണെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക. എയറോഫ്ലെക്സിനകത്ത് നല്ല റിസൾട്ടാണ്. അപ്പോൾ നാളെ ചിലപ്പോൾ പുതിയൊരു ഹൈ ചിലപ്പോൾ 240 പോകാൻ ചാൻസ് ഉണ്ട്. 240 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ ഉള്ള ഷെയർസുകളൊക്കെ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഹോൾഡ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.